കേറുമ്പോൾ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റീൻ്റെ മുന്നത്തെ കാഴ്ചകളാണ് ഈ കാണുന്നതാണ്. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലെ ആംഫി തിയേറ്റർ അഥവാ സ്റ്റേജാണ് കേട്ടോ. മെയിനായിട്ട് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഹോസ്റ്റൽ F, ഹോസ്റ്റൽ L വരെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. രാത്രി കാഴ്ചകൾ ഇതൊക്കെയാണ് കേട്ടോ. ഇവിടുത്തെ സ്പോർട്സൊക്കെ സജീവമാട്ടോ. ഹൈദരാബാദ് ഹോസ്റ്റൽ ഏതൊരു ഹോസ്റ്റലാണ്, ഹോസ്റ്റൽ J. ഇപ്പോൾ ചങ്ങായിമാരെ കർണി സ്റ്റോറീസിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാട്ടോ. അതിൻ്റെ ഗേറ്റിൻ്റെ മുന്നിലായിട്ടുള്ളത്. അപ്പോൾ യൂണിവേഴ്സിറ്റി കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞാൻ IGNTയിലാണ് പഠിച്ചത്. നമ്മളെ ഫ്രണ്ട് ഉണ്ട് അവിടെ, ഞാൻ സോഷ്യൽ സയൻസിലാണ്. എന്തായാലും നമ്മളെ HUവിൻ്റെ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റീൻ്റെ ഉള്ളത്തെ കാഴ്ചകളും അതേപോലെ തന്നെ ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവസ്ഥ, ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇതൊരു 2500 ഏക്കറിലാത്ത ഈ ഒരു യൂണിവേഴ്സിറ്റി ഉള്ളത്. ഉള്ളിൽ കേട്ടിട്ടുണ്ട് കാടാണ്, അതേപോലെ തന്നെ മൊത്തം കാടാണ്. അതായത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് കാര്യങ്ങൾ. പിന്നെ ഹോസ്റ്റൽ നമുക്ക് ആർക്കും കയറാം കേട്ടോ, കുഴപ്പമില്ല. ഇവിടെ കയറുന്ന സമയത്ത് നമ്മൾ ഹോസ്റ്റൽ L വരെ ഉണ്ട് ഹോസ്റ്റൽ ബോയ്സിന്. ഗേൾസിന് G വരെയാണ്. ഗേൾസിന് 10 ഹോസ്റ്റലാണുള്ളത്, ബോയ്സിന് L വരെയാണ്. ഓരോ ഇംഗ്ലീഷിൽ അക്ഷരമാലകളാണ് L വരെ. അപ്പോൾ എന്തായാലും കയറുമ്പോൾ പറഞ്ഞാൽ മതി ഹോസ്റ്റലിലേക്കാണ്, ഏതെങ്കിലും ഹോസ്റ്റൽ Jക്കോ ഹോസ്റ്റൽ Aക്കോ പറഞ്ഞാൽ മതി. പിന്നെ ഇത് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി പറഞ്ഞാൽ 4 ഗേറ്റ് ഉണ്ട് കേട്ടോ. ഇത് നോർത്ത് ഗേറ്റിനാണ് അപ്പോൾ ഉള്ളത്. സൗത്ത് ഉണ്ട്, വെസ്റ്റ് ഉണ്ട്, ഈസ്റ്റ് ഒക്കെ ഗേറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റീൻ്റെ ഉള്ളിലത്തെ കാഴ്ചയും കാര്യങ്ങളൊക്കെ കാണാം. നമ്മളിപ്പോൾ നോർത്ത് ഗേറ്റിൻ്റെ മുന്നിലായിട്ടുള്ളത്. എന്തായാലും നമുക്ക് ഉള്ളിലേക്ക് പോയേക്കാം. എന്താ അവിടുത്തെ അവസ്ഥ, യൂണിവേഴ്സിറ്റീൻ്റെ കാര്യങ്ങളൊക്കെ എന്തായാലും കണ്ടുനോക്കാം. ഓക്കെ. അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ കർണേശ്വർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്താം. നമ്മൾ ഇനി ഒരുപാട് യൂണിവേഴ്സിറ്റി കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങളിലേക്ക് വിവരങ്ങൾ എത്തിക്കും. IGNT യൂണിവേഴ്സിറ്റിൻ്റെ ഏതായാലും നമ്മുടെ ചാനലുണ്ട്. ഇപ്പോൾ ആണെങ്കിൽ IGNT സെൻട്രൽ യൂണിവേഴ്സിറ്റിനെ പോയി കാണാം. മധ്യപ്രദേശാണ് IGNT, ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി. ഇപ്പം നമ്മളുള്ളത് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി. നമുക്ക് എന്തായാലും അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുനോക്കാം. ഓക്കെ. കയറുമ്പോൾ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റീൻ്റെ മുന്നത്തെ കാഴ്ചകളാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ്. സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നോർത്ത് സൗത്ത് എല്ലായിടത്തും സെക്യൂരിറ്റി ഉണ്ട്. ഒക്കെ നമുക്ക് എന്തായാലും അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പോകാം. ഗേറ്റ് എന്നുള്ള നമ്മൾ ഗേറ്റിൻ്റെ കാഴ്ചകളാട്ടത്. ഗേറ്റ് കയറിയ ഉള്ളിലത്തതാണിത്. നോർത്ത് എടാ അവിടെ ഉണ്ട് SBI ബാങ്കൊക്കെ. അപ്പോൾ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി കുറിച്ച് നിങ്ങൾക്ക് അറിയാം. ഏകദേശം 2000-ഓളം ഏക്കറിലാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി നിൽക്കുന്നത് കേട്ടോ. ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഓരോ ഭാഗത്താട്ടോ. ഫുള്ള് ഒരുപാട് കാട് നിറഞ്ഞ കണ്ടങ്ങൾ, ഫുള്ള് കാടാണ് കേട്ടോ. ചുറ്റുപാടും ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഓരോ സ്ഥലത്താണ്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ വെസ്റ്റ് ഗേറ്റ്, അതുപോലെ തന്നെ സൗത്ത് ഗേറ്റ്, നോർത്ത് ഗേറ്റ്, ഈസ്റ്റ് ഗേറ്റ്, അങ്ങനെ എല്ലാ ഗേറ്റുകളും ഉണ്ട് കേട്ടോ. ഓരോ ഭാഗത്തും നമുക്ക് പുറത്തിറങ്ങാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചയും കാര്യങ്ങളും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവസ്ഥ കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും കാണാം. ആൾക്കാരോട് ചോദിച്ചറിയാം. നമ്മൾ എന്തായാലും ഇപ്പോൾ പോയേക്കാം. ഇവിടുത്തെ മെയിനായിട്ടുള്ളൊരു സ്ഥലമാണ് കഫമാരത്തെ. ഇവിടെ പരിപാടിയും പ്രോഗ്രാംസൊക്കെ അധികം ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ മലയാളീസിനാണ് ABVPൻ്റെ ഒക്കെ. ഓരോ സ്ഥലത്തും ഓരോ ടീം ഇരിക്കല. അവിടെ രാഷ്ട്രീയം കൂടുതലുണ്ടായിട്ടുണ്ട്. ഓരോ രാഷ്ട്രീയ പാർട്ടി, ഫട്ടേണിറ്റി, MSF, SFI, ABVP, അങ്ങനെ വുമൺസ് ഹോസ്റ്റലാട്ടോ ഇവിടുത്തെ. ഇവിടെ ഒരുപാട് 10ഓളം വുമൺസ് ഹോസ്റ്റലുണ്ട്. ഒരു നമ്പറാണ് ഇവിടെ. ഇത് സൗത്ത് ഗേറ്റ്, ഇത് നോർത്ത്, ഇത് വെസ്റ്റ്, ഇത് ഇത് ഈസ്റ്റ്. ഹോസ്റ്റലിൻ്റെ ഭാഗത്തുനിന്ന് യൂണിവേഴ്സിറ്റിയിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ബസ് ടൈമാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത്. ഇന്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ ഹോസ്റ്റലാട്ടോ. നോക്കി ഇതിൻ്റെ ഒരു കാഴ്ച അടിപൊളി കേട്ടോ. ഇൻ്റർനാഷണൽ സ്റ്റുഡൻസാണ്. ഒരു അവിടെ ഒന്ന് കണ്ടിട്ടോ നമ്മൾ ഇൻ്റർനാഷണൽ. ഇത് സൗത്ത് ക്യാമ്പസ് ഗസ്റ്റ് ഹൗസ് കേട്ടോ. ആ കാണുന്നത് ആണ് അല്ലേ. ഇത് ഓരോ ഭാഗത്തും ഇങ്ങനെ വ്യത്യസ്ത ക്യാമ്പസുകൾ ഓരോരോ ഭാഗത്താണ്. കാരണം 2000-ൻ്റെ മുകളിൽ ഏക്കറിലാണ് ഈ ഒരു ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി കിടക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഓരോ സ്ഥലത്തേക്ക് പോകാനും കുറേ നടക്കണം നമ്മൾ. അപ്പോൾ ബസ്സും പിന്നെ ഇവിടെ എപ്പോഴും നമുക്ക് ഇത് കിട്ടും. നമ്മൾ ലിഫ്റ്റ് അടിച്ചാൽ വണ്ടി നിർത്തി തരും. പിന്നെ ഇവിടെ 24 മണിക്കൂറും ഫുൾ ടൈം ഓപ്പൺ ആട്ടോ ഈ ഒരു യൂണിവേഴ്സിറ്റി. അതുകൊണ്ട് പിന്നെ ഹോസ്റ്റൽ എല്ലാവർക്കും കിട്ടുകയും ചെയ്യും. ഒരു ഹോസ്റ്റലിൽ 2 പേരാണ്. ഹോസ്റ്റലിൻ്റെ കാഴ്ചയൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഒരു യൂണിവേഴ്സിറ്റീനെ മൊത്തമായിട്ട് ഓരോ കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഒരു നവംബർ ആണ് ഇവിടെ എത്തിയത്. നല്ല തണുപ്പുണ്ട് ഈ സമയത്ത്. രാത്രിയൊക്കെ കുഴപ്പമില്ല, തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്.
ഇത് ഇവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എമിനൻസ് ഇൻ്റർ ഡിസിപ്ലിനറി റിസർച്ച് സെൻ്റർ ആട്ടോ. നല്ലൊരു അടിപൊളി സെൻ്റർ, റിസർച്ചിൻ്റെ സെൻ്ററാണ്. അങ്ങോട്ടൊക്കെ ഉണ്ട്, അങ്ങോട്ടൊക്കെ ഉണ്ട്, വലുതാണ്. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി പറഞ്ഞാൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് യൂണിവേഴ്സിറ്റി തന്നെയാണ് കേട്ടോ. 2500 ഏക്കറിലാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി നിൽക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മളിങ്ങനെ നോക്കിയപ്പോൾ ഒരു ക്യാമ്പസിൻ്റെ ഫീലിംഗ് കിട്ടുന്നില്ല. പോകുന്ന ആൾക്കാർ വരുന്നുണ്ട്, ഇവിടുത്തെ അവസ്ഥ നമുക്ക് എന്തായാലും അറിയില്ല. കുഴപ്പമില്ല, എന്നാലും 24 മണിക്കൂർ ഓപ്പണാണ് ഈ ക്യാമ്പസ് കേട്ടോ. പിന്നെ ഇവിടേക്ക് കയറാന്ന് പറഞ്ഞാൽ നല്ല CUT എക്സാമിൽ നല്ല സ്കോറും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. ഏകദേശം 100-200% അതിൻ്റെ മുകൾക്കൊക്കെ മാർക്ക് എന്തായാലും നമുക്ക് ഇവിടെ കയറണം തന്നെ വേണ്ടി വരും. 200-ൻ്റെ മുകൾക്കൊക്കെ ഓരോ സബ്ജക്റ്റിൽ. ഒരു യൂണിവേഴ്സിറ്റി അടിപൊളിയാണ് കേട്ടോ, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി. ഈ കാണുന്നതാണ് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലെ ആംഫി തിയേറ്റർ അഥവാ സ്റ്റേജാണ് കേട്ടോ. മെയിനായിട്ട് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നടക്കൽ കേട്ടോ. മലയാളീസിനാണെങ്കിലും എല്ലാ പ്രോഗ്രാമും ഇതൊരു സ്റ്റേഡിയമാണ്. ഇതിന് കാണിച്ചു തരാം ഉള്ളിലത്തെ ഭാഗങ്ങളൊക്കെ കേട്ടോ. ഒരുപാട് നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ഓരോ സ്ഥലങ്ങളുണ്ടാക്കിയത്. ഫ്രീ പാലസ്തീൻ്റെ ഒക്കെ ഒരുപാട് ഇതൊക്കെ കണ്ടിട്ട് ഇന്നലെ അതിൻ്റെ ഉള്ളിൽ പോയേക്കാം. ഇവിടുത്തെ ഓപ്പൺ സ്റ്റേജാണിത് കേട്ടോ. ആംഫി തിയേറ്റർ സ്റ്റേജ് സെറ്റപ്പ് പ്രോഗ്രാമൊക്കെ, വലിയ പ്രോഗ്രാമൊക്കെ പിടിച്ച് നടക്കാറുണ്ടെന്ന് പറഞ്ഞത്. വൻ സെറ്റപ്പ്. അങ്ങനെ ലവിയ മിഷൻ ടീച്ചർ ട്രെയിനിങ് സെൻറ്റർ കേട്ടോ. ഇങ്ങോട്ടൊക്കെ ഹോസ്റ്റലുണ്ട് കേട്ടോ ഈ ഭാഗത്തേക്ക്. അതുപോലെ തന്നെ മെൻസ് ഹോസ്റ്റൽ H, ഫിസിക്കൽ ബിസിനസ് ആൻഡ് സ്പോർട്സ് സയൻസ് ക്വാർട്ടേഴ്സൊക്കെ ഈ ഒരു ഭാഗത്ത് വരുന്നത്. അപ്പോൾ ഏതാ സ്പോർട്സ് അതോറിറ്റി ഓഫ് തെലങ്കാന ഷൂട്ടിംഗ് റേഞ്ച് ചെയ്യും ഈ ഒരു ഭാഗത്ത് കാട്ട് വരുന്നത്. മെൻസ് ഹോസ്റ്റലും ഉണ്ട് ഇവിടെ. ൾക്ക് വരുന്നതാണ് ഈ സംഭവങ്ങളൊക്കെ. സ്കൂൾ ഓഫ് മെഡിക്കൽ സയൻസ് ഉണ്ട്, തെലുങ്കു, അങ്ങനെ കാണണ്ടല്ലോ. ഇതൊക്കെ ഈ ഒരു ഭാഗത്ത് കാട്ട് വരുന്നത്. കുറേ ഉള്ളിലേക്ക് പോകണം, ഫുള്ള് കാട് പിടിച്ച് കിടക്കുകയാണ് സ്ഥലങ്ങളൊക്കെ. ജംഗ്ഷനാട്ടത് ഇങ്ങോട്ട് കണ്ടില്ല. നേരെ ലേക്ക് വ്യൂ പോയിൻറ്റ് ഗസ്റ്റ് ഹൗസ് ഉണ്ട്, അത് സൗത്ത് കാട്ടാം. പോസ്റ്റ് ഓഫീസ്, മെൻസ് ഹോസ്റ്റൽ, ഓഫീസ്, അങ്ങനെ അക്കാഡമിക്. ഈസ്റ്റുകളാണ് സയൻസ് കോമേഴ്സ് കേട്ടോ. ഇങ്ങോട്ടാണ് സയൻസ് കോമേഴ്സ് വരുന്നത്. പിന്നെ DSH ഓഡിറ്റോറിയം, ഓൾഡ് SN സ്കൂളൊക്കെ ഈ ഭാഗത്ത് കാട്ട് വരുന്നത്. ഇത് ഈസ്റ്റ് സൈഡ് അവിടെ നിന്ന്. നോർത്ത് നിന്ന് വരുമ്പോൾ ഉള്ള ഭാഗമാണത്. ഇങ്ങോട്ട് നോർത്ത് കേട്ടോ, ഈസ്റ്റിലേക്കുള്ള കേട്ടോ. ഇങ്ങോട്ടാണ് ഇവിടുത്തെ ഫുട്ബോൾ ഗ്രൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ ഇവിടുത്തെ ഏതോ മരിച്ചൊരു 2018 മരിച്ചൊരു മലയാളി മൂപ്പര ഇതിലുള്ള ഒരു ഫുട്ബോൾ ഇന്നലെ മാച്ച് നടത്തി. അവിടെ ഫൈനല്, സെമി ഫൈനലൊക്കെ ഉണ്ടായിരുന്നു. ഈസ്റ്റിലേക്കുള്ള കേട്ടോ അത് ഈ കാണുന്നത്. മെഡിക്കൽ സയൻസ് അഥവാ ഐ ക്ലിനിക്ക് സംഭവം. റിസർച്ച് സ്കൂൾ ഗസ്റ്റ് ഹൗസ് ആട്ടോ, യൂണിവേഴ്സിറ്റിയുടെ ഗസ്റ്റ് ഹൗസാണ്. പോയൊക്കെ ജസ്റ്റ് നല്ല അടിപൊളി യൂണിവേഴ്സിറ്റി ആണ് നമ്മളെ ഹൈദരാബാദ് HU. ഒരു ഗസ്റ്റ് ഹൗസ് കാഴ്ചകളാണ് ഈ കാണുന്നത്. നമുക്ക് ഉണ്ടോ ഗസ്റ്റ് ഹൗസാണ് കേട്ടോ. ഇവിടെ റെസ്ട്രിക്ഷൻ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമുക്കിപ്പോൾ ഹോസ്റ്റലിൽ കയറണമെങ്കിൽ പുറത്തുനിന്നൊക്കെ ആൾക്കാരാണ് ഹോസ്റ്റലിൽ കയറാം. വലിയ ചോദ്യം കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ. കൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇങ്ങോട്ട് വലിയൊരു ഇത് കാണുന്നുണ്ട്. KV സ്കൂൾ കേട്ടോ. ഇവിടുത്തെ ക്യാമ്പസ് സ്കൂള്, KV സ്കൂള്, കേന്ദ്ര വിദ്യാലയമൊക്കെ ഇവിടെയാണ്. ഇതവിടുത്തെ പാർക്കാണ് തോന്നുന്നത് കണ്ടിട്ട്. ഇരിക്കാൻ പറ്റിയ ഓരോ സ്ഥലങ്ങൾ, സ്പോട്ട് കാണുന്നുണ്ട് ഇവിടെ. ഇപ്പോൾ ഈ വർഷം 2010 ശേഷം ഇവിടെ ഇപ്പോൾ ABVP ആട്ടോ ഇതിലുള്ള രാഷ്ട്രീയത്തിലുള്ള
2010 ശേഷമാണ് ഇപ്പോൾ ഇവിടെ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി കയറുന്നത്. അവർക്ക് രാഷ്ട്രീയത്തിൽ അവരാണ് ഇപ്പോൾ ഭരിക്കുന്നത് കേട്ടോ. അവിടെ സംഭവമാണ് കമ്മ്യൂണിറ്റി ഡോഗ് ഫീഡിങ് സ്പോട്ട് കേട്ടോ. ഡോഗിനെ തിന്നാൻ കിടക്കുന്ന സ്പോട്ടാണത്. ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒന്നും കാണില്ല, ഫുള്ള് കാട് മരങ്ങൾ തന്നെ കാണുള്ളൂ കേട്ടോ. നടന്ന് ഉപ്പാടൽക്കും നമ്മൾ. ഇതെന്താ അവിടെയൊക്കെ ഓരോന്ന് കാണുന്നുണ്ട്. പിന്നെ ഫുള്ള് റോക്കുകൾ, വലിയ വലിയ റോക്കുകളുണ്ട്, പാറകൾ. ഇത് ഈ ഒരു സ്ഥലം യൂണിവേഴ്സിറ്റി ഓഫ് പ്ലാൻ നഴ്സറീൻ്റെ റൂട്ടാട്ടത്. നോർത്തിലാണ് ഉള്ളത്. ഹോസ്റ്റൽ എഫ്, ഹോസ്റ്റൽ എല്ല് വരെ ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടോ. എഫാണ്. എർത്ത് സയൻസ് ബിൽഡിംഗ് വരുന്നത്. ഇവിടെ പുതിയൊരു ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് കേട്ടോ. വർക്ക് എടുക്കുന്നുണ്ട്. ബിൽഡിങ്ങൊക്കെ കിട്ടുന്ന സ്റ്റൈലിലാട്ടോ ഓരോ ബിൽഡിങ്ങും. നമ്മൾ കേട്ടോ അങ്ങോട്ടൊക്കെ സെൻറ്റർ, ഫാക്കൽറ്റി ക്വാർട്ടേഴ്സ്, സരോജിനി, അതുപോലെ തന്നെ സ്കൂൾ ഓഫ് കെമിസ്ട്രി ഒക്കെ ഈ ഒരു ഭാഗത്ത് കാട്ടുള്ളത്. ഷോപ്പിംഗ് കോംപ്ലക്സ് ആണെന്ന് തോന്നുന്നു ഇത്. ഈ ഭാഗത്ത് കാണട്ടോ. നമ്മൾ നോർത്ത് നിന്ന് വരുന്ന സൈഡാട്ടത്. ഇതാണ് നോർത്ത് ഗേറ്റ് എത്താനായിട്ടുണ്ട്. നോർത്ത് നിന്ന് ഗേറ്റിൽ നിന്ന് വരുമ്പോൾ നമ്മൾ കാണുന്നതാണിത്. നോർത്ത് ഗേറ്റ് കൂടെ വരുമ്പോൾ ഈ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവിടെ വലിയ സ്ട്രിക്റ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ ആർക്കും കയറാം. 24 ഹോസ്റ്റലുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ മതി. ഹോസ്റ്റലിൻ്റെ നമ്പർ പറഞ്ഞാൽ മതി. ജെ വരെ അല്ല എല്ല് വരെ ഉണ്ട്, ഏതും പറഞ്ഞാൽ മതി. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലെ നൈറ്റ് ലൈഫ്, രാത്രി കാഴ്ചകൾ ഇതൊക്കെയാണ് കേട്ടോ. നാളെ മനസ്സിലൊന്നും ഇല്ല, എന്നാലും ഇവിടുത്തെ സ്പോർട്സൊക്കെ സജീവമാട്ടോ. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ വോളിബോള്, ഷട്ടില് ഒക്കെ സജീവമാണ്. ഇതൊരു 12 മണി വരെയൊക്കെ ഉണ്ടാവും കേട്ടോ അവർ കളിക്കുന്നത്. ഒരു റെസ്ട്രിക്ഷനും ഇല്ല. രാത്രി 24 മണിക്കൂറും ഫുൾ ടൈം അലോഡായിട്ട് എല്ലായിടത്തേക്ക് പോകാനും കേട്ടോ. ഹോസ്റ്റൽ ഏതൊരു ഹോസ്റ്റലാണ്, ഹോസ്റ്റൽ ജെ. ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്ത്. ഇതാണ് ഹോസ്റ്റലിലെ റൂം. ഒരു റൂമിൽ 2 പേരാണ് കേട്ടോ വരുന്നത്. ഹോസ്റ്റലിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുനോക്കാം നമുക്ക്. ഇങ്ങനെയാണ് ഹോസ്റ്റലിൻ്റെ ഉൾഭാഗമൊക്കെ വരുന്നത് കേട്ടോ. നമുക്ക് കണ്ടുനോക്കാം. ബാത്റൂമൊക്കെ എടുത്തു കൊടുക്കല്ലേ, ബാത്റൂം കാണിച്ചു കൊടുക്കാം. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും നല്ല കോഴ്സ് ഏതാ വെച്ചാൽ ലൈഫ് സയൻസ് ആട്ടോ. ഇവിടെ അടിപൊളി കോഴ്സ്. അതുപോലെ തന്നെ സയൻസൊക്കെ അടിപൊളിയാണ്. പിന്നെ പൊളിറ്റിക്സ് ആണെങ്കിലും സോഷ്യൽ സയൻസ് ഒക്കെ അടിപൊളിയാട്ടോ. പിന്നെ സൈക്കോളജി ചോദിച്ചപ്പോൾ പറഞ്ഞാൽ സൈക്കോളജി വലിയ സംഭവമൊന്നുമില്ല, പക്ഷെ നല്ല മാർക്ക് വേണം കേട്ടോ അവിടെ കിട്ടാൻ. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് വലിയ ഇതൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. തന്നെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ കുഴപ്പമില്ല. പിന്നെ ഒരു PG ആണെന്നുണ്ടെങ്കിൽ ഉറുദു, ഹിന്ദി ഒന്നും സ്ട്രിക്റ്റ് ഇല്ല. ബാക്കിയുള്ള അധിക ഡിപ്പാർട്ട്മെൻറ്റിൽ സ്ട്രിക്റ്റ് ഉണ്ട്. ക്ലാസ്സിലൊക്കെ ഫുൾ ടൈം നമ്മൾ കയറണം, കറക്റ്റ് കയറണം. ഇൻ്റർണലാണെങ്കിലും എക്സാമൊക്കെ ആണെങ്കിലും നല്ല സ്ട്രിക്റ്റാണെന്നാണ് പറഞ്ഞത്. നമ്മളെ കൂട്ടാനവന് സോഷ്യൽ സയൻസാണ് പഠിക്കുന്നത്. നല്ല സ്ട്രിക്റ്റ് ആട്ടോ ക്ലാസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ. നമുക്കിവിടെ ലീവും കാര്യങ്ങളൊക്കെ ഉണ്ട്. വിൻ്റർ സമയത്ത് ലീവ് ഉണ്ട്, ഒരു എക്സാം കഴിഞ്ഞാൽ ലീവ് കിട്ടും. അതുപോലെ തന്നെ സെക്കൻഡ് സെം കഴിഞ്ഞാലൊക്കെ ലീവ് ഉണ്ട്. എന്താ വെച്ചാൽ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി പറഞ്ഞാൽ അത്രയും വലിയൊരു യൂണിവേഴ്സിറ്റിയാണ്. 2500 ഏക്കറിലാണ് അത് എടുക്കുന്നത്. ഇതിനുള്ളിൽ തന്നെ 2-3 ലേക്കൊക്കെ ഉണ്ട് കേട്ടോ. 2 ലേക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കാണാൻ കേട്ടോ. യൂണിവേഴ്സിറ്റി പരന്ന് കിടക്കുകയാണ്. നമ്മൾ നടന്നു പോയെങ്കിൽ ഇതിനുള്ള ബസ്സും കാര്യങ്ങളൊക്കെ ഓടുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. നമുക്ക് ഏത് നേരം വണ്ടി നിർബന്ധമാട്ടോ. ഇവിടെ ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ വണ്ടി നിർബന്ധമാണ്. വണ്ടി ഇല്ലാഞ്ഞാൽ നമ്മൾ കൊടുക്കും. കാരണം അത്രയും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് കോഴ്സ് തന്നെ കുറേ പോകാനുണ്ടാവും. അപ്പോൾ എന്തായാലും ഇങ്ങനെയാണ് കാര്യങ്ങൾ. സൗത്ത് ഗേറ്റ്, നോർത്ത് ഗേറ്റ്, വെസ്റ്റ്, ഈസ്റ്റ്. സൗത്തിലാണ് മലയാളീസിൻ്റെ കടകളൊക്കെ ഉണ്ട്, ഷോപ്പൊക്കെ ഉണ്ട്. ഫുഡൊന്നും കുഴപ്പമില്ല. പിന്നെ ഹോസ്റ്റലിൽ ഫുഡ് എന്താണ് വെജാണ്, നോൺ വെജ് ഉണ്ട് തോന്നുന്നു ഞായറാഴ്ചയൊക്കെ. ഹോസ്റ്റലിൽ ഫുഡ് വലിയ ഇതില്ല എന്നാണ് ചെക്കന്മാരോട് ചോദിച്ച പോലെ പറഞ്ഞത്. വലിയ സെറ്റപ്പൊന്നുമില്ല. പിന്നെ എന്താണ് ഇവിടെ ഹോസ്റ്റൽ ഫീ വരുന്നത് വെറും 500 റുപ്യ കേട്ടോ. ഒരു റൂം, വെറും ഒരു റൂമിൽ 2 പേരാണ്. 2 പേർക്ക് 1000 രൂപയാണ് വരിക. ഒരാൾക്ക് 500. പിന്നെ ഫീയും കുറവാണ്, ഫീ ഒക്കെ കുറവാണ്.
അങ്ങനെ നോക്കുമ്പോൾ വളരെ കുറവ്. പിന്നെ മെസ് ഫുഡ് ഒരു മാസത്തിൽ 2700 വരുന്നത്, നമുക്ക് 3 ആൾക്ക് വെച്ച് 2 ആൾക്ക് വെച്ചൊക്കെ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ എന്തായാലും ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നല്ല മാർക്ക് വേണം കേട്ടോ ഇവിടെ കിട്ടാൻ. കാരണം നല്ലൊരു യൂണിവേഴ്സിറ്റി ആണല്ലോ ഹൈദരാബാദ്, മറ്റൊരു യൂണിവേഴ്സിറ്റിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റീൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. നല്ല മാർക്ക് വേണം ഇവിടെ എത്തിപ്പെടാൻ, കയറാനൊക്കെ നല്ല മാർക്ക് വേണ്ടി വരും. 150 മുകളിൽ ചില സബ്ജക്റ്റ് വേണ്ടി വരും. അങ്ങനെയൊക്കെ ആണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ. എന്തായാലും ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയൊക്കെ CUT എക്സാം നോക്കുന്നവരെങ്കിൽ ബെസ്റ്റ് ഓപ്ഷനാണ്. നല്ലൊരു യൂണിവേഴ്സിറ്റിയിലാണ് കേട്ടത്. ഒരുപാട് നമ്മൾ കോളേജ് ലൈഫൊക്കെ നോക്കി വരുന്നൊക്കെ ആണെങ്കിൽ ഈ യൂണിവേഴ്സിറ്റി എന്താ അവസ്ഥ അറിയില്ല. രാത്രിയൊന്നും പിന്നെ ഇവിടെ ഇതായിട്ടുള്ള ലൈഫ് ഉണ്ടാവും. എന്തായാലും ഇങ്ങനെയാണ് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ എല്ലാവരും നോക്കുന്നവരൊക്കെ ഉണ്ട്. ഇതാണ് യൂണിവേഴ്സിറ്റി കേട്ടോ. ഫുള്ള് കാടും ഒടിച്ചെടുക്കുകയാണ്, ഫുള്ള് കാടാട്ടതിൻ്റെ. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.